ആരാ മോനെ? കൊച്ചു ത്രൈസി ടീച്ചറിന്റെ വീടല്ലേ? ആ, അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടി അല്ല അല്ലേ? അയ്യോ, ടീച്ചറായിരുന്നു. പറഞ്ഞ പോലെ ഞാൻ ടീച്ചറിന്റെ സ്റ്റുഡന്റ് അല്ല. ആ, അത് മനസ്സിലായി. മോനെ എവിടെന്നാ വരുന്നേ? ഞാൻ കൊച്ചിന്നാ വരുന്നത്. എനിക്ക് ടീച്ചർ പഠിപ്പിച്ച ഒരാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. 36 കൊല്ലം പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി എല്ലാരും ഓർമ്മയൊന്നും കാണണമെന്നില്ല. മോനെ ഏത് കുട്ടിയെ കുറിച്ച് അറിയണ്ടേ? വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിന്റെ ക്ലാസിന്റെ ഇടയിൽ വെച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും സ്റ്റുഡന്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അമീറിനെ കുറിച്ചാണോ അറിയേണ്ടത്? അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം അത്. കാരണം അന്നത്തെ ദിവസം അമീറിന് മാത്രമല്ല അങ്ങനെ സംഭവിച്ചത്. 1989 ഒരു ഒക്ടോബർ മാസത്തിലാണ് ആ സംഭവം നടന്നത്. വാ വാ, വേഗം വാ, പെട്ടെന്നാവട്ടെ. ഞാൻ നിങ്ങളുടെ കയ്യില് 5 ചെടികളുടെ ശാസ്ത്രീയ നാമം എഴുതിയ പേപ്പർ തന്നിട്ടുണ്ടല്ലോ. ആ ചെടികളൊക്കെ ഈ പരിസരത്ത് തന്നെയുണ്ട്. അപ്പൊ എല്ലാവരും വേഗം പോയി അത് കണ്ടെത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ചെല്ല് ചെല്ല്, വേഗം ആയിക്കോട്ടെ. ഏഞ്ചൽ ആദ്യം തലചുറ്റി വീണപ്പോ അസംബ്ലി സമയത്ത് വെയിലത്ത് കുട്ടികൾ തലചുറ്റി വീഴാറുണ്ട്, അങ്ങനെയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് അമീറും തല കറങ്ങി വീണപ്പോ എല്ലാരും പേടിച്ചു. കാരണം ആ കുട്ടിയുടെ തല പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് തല ചുറ്റി വീണപ്പോ എന്തിലെങ്കിലും ചെന്ന് തലയിടിച്ചതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ആ 2 കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ബോധം തിരിച്ചു കിട്ടി. ഏഞ്ചലിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമീർ, ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ഈ കുട്ടികളെ ഏതെങ്കിലും ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചിരുന്നോ? ഓവല്ലോ, പക്ഷെ അവർ ഒരേ സമയത്ത് വീണതിന്റെ കാരണമൊന്നും അവർക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല. അമീറിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത് വീഴ്ചയിലുണ്ടായ ആഘാതമാണെന്ന് അവര് പറഞ്ഞത്. പിന്നീട് ഈ അമീറിന് എന്ത് സംഭവിച്ചെന്ന് ടീച്ചർക്ക് അറിയോ? പൊതുവെ ഈ അമീറിനെ അവന്റെ ഒപ്പച്ചയും കുറിച്ച് ആളുകൾ പല കഥകളും പറഞ്ഞിരുന്നു. അവർക്കൊരു വ്യക്തിയുടെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുന്നോ, വേറൊരാളുടെ സ്വപ്നത്തിൽ വരാൻ പറ്റുന്നോ, അങ്ങനെ ഏതാണ്ടൊക്കെ കെട്ടുകഥകള്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഏഞ്ചലിന്റെ പപ്പ എസ്റ്റേറ്റ് തൊഴിലാളികളെ കൂട്ടി വന്ന് അവരെ അടിച്ചോടിച്ചൊന്ന് അറിഞ്ഞ്. ഏഞ്ചല് പിന്നെ അതിനുശേഷം സ്കൂളിൽ പഠിക്കാൻ വന്നിട്ടില്ല. ആമിറിനെ കുറിച്ച് ഒരു അറിവും പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ ഏഞ്ചലിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? സ്കൂളിൽ അന്വേഷിച്ച? അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ആ കുട്ടി എസ്റ്റേറ്റ് മാനേജർ ജോസഫിന്റെ മകളായിരുന്നു. അപ്പൊ അവിടെ പോയ ലാസ്റ്റ് സർവീസിലിരുന്ന സമയം അറിയാൻ പറ്റും. മോൻ അത് എളുപ്പമായിരിക്കും. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അല്ല, ഈ അമീറിനെ പറ്റി ആദ്യമായിട്ട് ഒരാൾ അന്വേഷിച്ചു വരുന്നത്. മോൻ ശരിക്കും ആരാ? അമീറിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ. പിന്നീട് ഒരിക്കൽ പറയാൻ ടീച്ചർ. താങ്ക് യു. എക്സ്ക്യൂസ് മീ. യെസ് സർ. എനിക്ക് ഇവിടുത്തെ ലൈബ്രറിയിൽ ഏഞ്ചലിനെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. വിസിറ്റേഴ്സ് ബുക്കിൽ പേരും ഡീറ്റെയിൽസ് എഴുതിയിട്ട് ആ വെയിറ്റിംഗ് റൂമിലേക്ക് ഇരുന്നോളൂ. ഓക്കെ, താങ്ക് യു. ഹലോ. ഏഞ്ചൽ. അതെ, ആരാ? ഏഞ്ചൽ എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? DC ബുക്സിന്റെ സെമിനാറിലുണ്ടായിരുന്ന. അല്ല, അപ്പൊ ഏഞ്ചൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഓർക്കാഞ്ഞിട്ടാവുള്ളൂ. ദാറ്റ്സ് ഓക്കെ. എൻ്റെ പേര് മഹേഷ്, ഡോക്ടറാണ്. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചാലോ? പ്ലീസ്. ഡോക്ടർ എന്തൊക്കെയാ പറയണേ? എന്നെ ആദ്യമായിട്ട് കാണും മുന്നേ ഡോക്ടർ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്നോ? അതും എന്റെ ചെറുപ്പകാലം. ഇതെന്താ മൊറഗാമിയുടെ നോവലോ? സി ഏഞ്ചൽ, എനിക്കിവിടെ ഏഞ്ചലിനെ കൺവിൻസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും അച്ചീവ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യത്തിന്റെ പുറകെയാണ് ഞാൻ. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു ഫിക്ഷനായി തോന്നാനേ സാധ്യതയുള്ളൂ. വടേവർ, ഐ ഡോണ്ട് കെയർ. ഏഞ്ചൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏഞ്ചൽ ഒരു കാലത്ത് കണ്ടുമരുന്ന സ്വപ്നത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഞാനും, കൂടാതെ ഏഞ്ചലിന്റെ ഫ്രണ്ട് അമീറും. ഡോക്ടർ ഈ പറയുന്ന അമീർ മറയൂരിൽ എന്റെ സ്കൂളിംഗ് ഡേയ്സ്, കൊച്ചു ത്രേസ്യ ടീച്ചറുടെ ക്ലാസ് റൂമിൽ ഞാൻ ഫെയിന്റ് ആയത്, അമീറിന് മെമ്മറി ലോസ് വന്നത്, ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്, ഫാക്ട്സ് ആണ്. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് എനിക്ക് ഒരു പരിചയമില്ലാത്ത ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് പറയുമ്പോ ഞാനിങ്ങനെ വണ്ടടിച്ച് നിൽക്കാണ്. പക്ഷെ എന്നെ അമീറിനെയും ഡോക്ടർ ഡ്രീമിൽ കണ്ടു എന്ന് പറയണത് എനിക്ക് എന്തോ അങ്ങോട്ട് കൺവിൻസ് ആവണില്ല. പണ്ട് എസ്റ്റേറ്റിലെ കുറെ ലേബേഴ്സ് അമീറിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു. അതുപോലെ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിട്ട് എനിക്കിത് തോന്നുന്നുള്ളൂ. ഐ എം സോറി ഡോക്ടർ.
നോ ഇഷ്യൂസ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടികളുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി ഒന്ന് അറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഏഞ്ചലിനെ കണ്ടതോടുകൂടി ഞാൻ ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എനിക്ക് അമീറിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. യു ഹാവ് എനി ഐഡിയ അബൌട്ട് ഹിം? ആബ്സല്യൂട്ട്ലി നോ. ഓക്കെ, ടേക്ക് കെയർ, ലീവ് ഇറ്റ്. ഹായ് ശ്വേത. കോൺഫറൻസ് എന്തായി? ഹാ, ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എവിടെയാ മഹേഷിന്റെ ഹോട്ടല്? അവിനാശി റോഡിലാടി. എന്താടി ഒരു അൺസാറ്റിസ്ഫൈഡ് ഫീല്? ഏയ് നത്തിങ്. ശ്വേത, നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നാളെ കഴിഞ്ഞങ്ങ് എത്തും. എന്നിട്ട് ഞാൻ സ്ട്രേറ്റ് വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡോക്ടറെ, ഈ കൊച്ചു ത്രേസ്യ ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിന്റെ ആദ്യത്തെ ഭാഗം അമീറിനെയും ഏഞ്ചലിനെയും കാണുന്ന പോർഷൻ നടന്നത് 89 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ലോറി ഇൻസിഡന്റ്. ഒരു ഡ്രീമിൽ തന്നെ 2 കാലഘട്ടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. 2 ദിവസം കൊണ്ട് ഇത്രയധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടും എന്താ ഡോക്ടർ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെ? ഏയ് നത്തിങ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഏഞ്ചലിന് എന്നെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ്. അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു വിയർഡ് ഫീലിംഗ്. ദാറ്റ്സ് ഓൾ. ഡോക്ടർ, നിങ്ങൾ ഭാഗമായത് ഒരു ഷെയർഡ് ഡ്രീം സ്പേസിലാണ്. ഏഞ്ചലിന്റെ ഇപ്പോഴത്തെ രൂപം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? ഡോക്ടർക്ക് ഇനി ഇതേ അപ്പിയറൻസിൽ അവരെ ഡ്രീമിലും കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അമീറിന് എന്ത് സംഭവിച്ചു എന്നറിയാനല്ലേ? അതിനുള്ള ഉത്തരം റിയാലിറ്റിയിൽ നിന്നല്ല, നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടൂ. നിങ്ങൾ കണ്ട സ്വപ്നത്തിലെ 2 കാലഘട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. പക്ഷെ ഡോക്ടറെ കൊണ്ട് മാത്രം അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി മെമ്മറീസ് റിലേറ്റഡ് ടു ദാറ്റ് പ്ലേസ്. സോ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും. പക്ഷേ ഏഞ്ചൽ അവിടെ ഉണ്ടെങ്കിൽ ഷീ ക്യാൻ റീക്രിയേറ്റ് എനി ഇവന്റ് ഓർ എനി ഡേ ഫ്രം ഹെർ മെമ്മറീസ് ബിക്കോസ് ഷീ വാസ് പാർട്ട് ഓഫ് ദാറ്റ് പ്ലേസ്, ദാറ്റ് പീരിയഡ്. ഞാൻ അതിനെന്താ ചെയ്യേണ്ടത്? ഡോക്ടർ ഏഞ്ചലിനെ ഒന്നുകൂടെ പോയി നേരിട്ട് കാണണം. എന്നിട്ട് അവരോട് അമീർ ഏതെങ്കിലും ഡ്രീം സയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഡീൽ.